പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയുടെ വിഷയം ദാനിയേലിനുണ്ടായിരുന്നു. ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം എന്ന പോലെ ദാനിയേലിന് വന്നുകൊണ്ടിരുന്നു. ദാനിയേലിന് വന്ന വിഷയങ്ങളാണ് വിരോധ കൽപ്പന. ദാനിയേൽ അറിഞ്ഞപ്പോൾ യഥാർത്ഥ ദൈവവൈതലിന് ദിനംതോറും പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യം ദാനിയേലിന്റെ ജീവിതത്തിൽ ഭക്ഷണം മാത്രമായിരുന്നു ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം ആരാധനയുടെ മാറ്റമായിരുന്നു. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം ശൃംഗക്കുഴിയായിരുന്നു. നാലാമത്തെ ഇസ്രായേൽ പ്രവാസം തുടങ്ങി. എത്രയെത്ര വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചിരിക്കും. ഈ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയായിരുന്നു. രാജാവ് ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് രാജകൽപ്പന കൊടുത്തതിന്റെ പേരിൽ ദാനിയേലും കൂട്ടുകാരും ആ ഭക്ഷണം കഴിക്കില്ലെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചും തീരുമാനമെടുത്തും അവർ സസ്യഭോജനം മാത്രം ഭക്ഷിക്കുവാൻ കൂടെയുള്ളവർ ഭക്ഷിച്ചതിനേക്കാൾ ആരോഗ്യവാനായി നിൽക്കുന്നത് രാജാവിന് കാണാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ അവർ ഫലം കണ്ടു. രണ്ടാമത്തെ ആരാധന മാറ്റമായിരുന്നു. സ്വപ്ന വ്യാഖ്യാനമുണ്ടായിരുന്നു. കൊന്നുകളയുമെന്ന് പറഞ്ഞു. അവിടെയും ദൈവം ഇടപെട്ടു. ആരാധനയിൽ രാജാവ് ഉണ്ടാക്കിയ ആ ബിംബത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെയും ആ പ്രാർത്ഥനയിലും ദൈവം അത്ഭുതം ചെയ്തു. ഇതാ ശൃംഗക്കുഴിയുടെ അനുഭവത്തിൽ ദാനിയേലിന് വന്നപ്പോഴും ദാനിയേൽ എന്ത് ചെയ്തു? 6-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിൽ ദാനിയേല് വീട്ടിൽ ചെന്നു. വീടിന്റെ പ്രാർത്ഥനാ റൂം തുറന്നു. മുട്ടിന്മേൽ വീണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നു. ദാനിയേലിനെ പിടിച്ച് ശൃംഗക്കുഴിയിലേക്ക് എറിയുന്നു. ശൃംഗത്തിന്റെ വാ ദൈവം പൂട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. ഒന്ന് മക്കളാകാം, 2 ഭർത്താവാകാം, ഭാര്യയാകാം, കുടുംബമാകാം, അയൽവാസിയാകാം, ബന്ധുക്കളാകാം, സഭയിലുള്ളവരാകാം, നേതൃത്വമാകാം, നേതാക്കന്മാരാ ആരുമാകാം. നമുക്ക് വിരോധമായ ശബ്ദമാകാം. പ്രാർത്ഥിക്കാമോ? നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും. നിനക്കൊരു പ്രാർത്ഥനാ റൂമുണ്ടോ? നിനക്കൊരു പ്രാർത്ഥനാ സമയമുണ്ടോ? നീ ദൈവമായിട്ട് ഒന്നിച്ച് ആരാധിക്കുന്നുണ്ടോ? ഒരു കൂട്ടായ്മ നിനക്കുണ്ടോ? നിന്റെ കൂടത്തിൽ ആരാധിക്കാൻ പറ്റിയ കൂട്ടുകാർ നിനക്കുണ്ടോ? നിന്നെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യ വലയത്തിലാണോ നീ ഇരിക്കുന്നത്? വൈകുന്നേരം എന്നും ചെല്ലുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥന ചൊല്ലി സമയം തികച്ചു പോകുന്നൊരു ആത്മീയ ജീവിതമാണോ നിനക്കുള്ളത്? ദൈവം നിന്റെ മധ്യത്തിൽ ഇടപെടുന്നതും ഏത് പ്രതിസന്ധികളുടെ നടുവിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു തീച്ചൂളയുടെ അനുഭവം വന്നാലും ഒരു ശൃംഗക്കുഴിയുടെ അനുഭവം വന്നാലും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി ജീവിക്കാൻ കഴിയുമോ? പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും കാണുമ്പോൾ പതറിപ്പോകാതെ പ്രാർത്ഥനയോടുകൂടെ ഒന്ന് മുന്നേറാമോ? പ്രശ്നം വരുമ്പോൾ രാത്രികാലെ ഉറങ്ങാതിരുന്ന് വിഷമിക്കാതെ മുട്ടിന്മേൽ വീണ് കർത്താവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമോ? മക്കളുടെ ചില വിഷയങ്ങൾ വരുമ്പോൾ, കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ
സാമ്പത്തിക പരാജയങ്ങൾ വരുമ്പോൾ, നമ്മുടെ ആരാധന സ്ഥലത്ത് തടസ്സങ്ങൾ വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമുക്ക് നോക്കാൻ ഒരാളെ ഉള്ളൂ, വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തിയവനുമായ യേശു കർത്താവ്. അവനെ നോക്കി ദാനിയേലും കൂട്ടുകാരും പ്രാർത്ഥിച്ചു. ഇന്ന് സഭ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധന്മാര് പ്രാർത്ഥിക്കുന്നു. നമുക്കും ആ കർത്താവിനോട് കൂടെ പങ്കുചേരാമോ? ഈ വചന സന്ദേശം എന്നോടാ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം, ഞാൻ അറിയണം. എനിക്ക് വേണ്ടിയാ ദൈവം സംസാരിക്കുന്നത്. ചില രോഗപ്രശ്ന പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവ് എന്നോട് ഇടപെടുകയാണ്. ഇതിൽ നിന്ന് ജയം തരുന്ന ഒരു കർത്താവുണ്ട്. ഇതെന്നെ തളർത്താനല്ല, എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ എന്നെ ഉയർത്താൻ വേണ്ടി എന്റെ കർത്താവ് വന്നതാ. അവന്റെ മഹത്വം എന്റെ മേൽ ഇറങ്ങട്ടെ, ശക്തി നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.